എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. KSRTCയുടെ ഏറ്റവും പുതിയതായി അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഓൺലൈനായി ടിക്കറ്റ് എടുക്കാമെന്നാണ് ഇവിടെ നോക്കുന്നത്. ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയെന്നും വീഡിയോയിൽ നോക്കുന്നുണ്ട്. വെബ്സൈറ്റ് വഴി KSRTC ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് കൊടുത്തിരിക്കാം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 30-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 500-ലധികം വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇതിനായി ആദ്യം മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുത്ത ശേഷം താഴെയായി ഒരു സെർച്ച് ബട്ടൺ കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം എൻ്റെ KSRTC എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ എൻ്റെ KSRTC നിയോ OPRS എന്ന മൊബൈൽ ആപ്പിൻ്റെ ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുകയാണ്. തുടർന്ന് മൊബൈലിലേക്ക് വരുന്ന പോപ്പപ്പ് വിൻഡോകളൊക്കെ അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വൺ വേ റൗണ്ട് ട്രിപ്പ് എന്ന 2 ലിങ്കുകൾ കാണാം. ഒരു സൈഡ് മാത്രം പോയാൽ മതിയെങ്കിൽ വൺ വേ തിരഞ്ഞെടുക്കാം. അതല്ല പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ആണെങ്കിൽ റൗണ്ട് ട്രിപ്പ് എനേബിൾ ചെയ്യണം. മുകളിൽ ലിങ്ക് ടിക്കറ്റ് എന്നുള്ള ലിങ്ക് കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു ടിക്കറ്റ് കൂടി ഇതിനോടൊപ്പം ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് കൊല്ലത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത ശേഷം എറണാകുളത്ത് ചെന്നിട്ട് നമുക്കൊരു ബൈ റൂട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ടിക്കറ്റിൻ്റെ കൂടെ ആ ഒരു ടിക്കറ്റും കൂടെ എടുത്ത് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് അപ്ഡേറ്റഡ് ആയിട്ടില്ല. ഭാവിയിൽ അപ്ഡേറ്റ് ആയി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാതെ ലോഗിൻ ചെയ്യാതെ തന്നെ ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷേ നമ്മളെപ്പോഴും സൈൻ ഇൻ ചെയ്ത് ടിക്കറ്റ് എടുക്കുന്നതാണ് സുരക്ഷിതം. അതുകൊണ്ട് താഴെയായിട്ട് ലോഗിൻ സൈനപ്പ് എന്ന് കാണാം. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ജനറേറ്റ് OTPയും കൊടുത്ത് പേരും അതിനുശേഷം പേരും വയസ്സും അതേപോലെ തന്നെ ഇമെയിൽ IDയും ജെൻഡറും ഒക്കെ കൊടുത്ത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് ഇതുപോലെ ബുക്ക് ചെയ്യുവാനും സാധിക്കുന്നതാണ്. താഴെ ലോഗിൻ്റെ സ്ഥാനത്ത് അക്കൗണ്ട് എന്നുള്ള ലിങ്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് പോകേണ്ട സ്ഥലങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാൻ വൺ വേ ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ആദ്യം ഫ്രമും അതിനുശേഷം ടൂവും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കൊട്ടാരക്കര നിന്നും പുനലൂരിലേക്കുള്ള ചെറിയൊരു ഡെസ്റ്റിനേഷൻ തിരഞ്ഞെടുക്കുകയാണ്. തുടർന്ന് യാത്ര ചെയ്യുന്ന ഡേറ്റ് ഏതാണെന്ന് വെച്ചാൽ ആ ഡേറ്റ് അവിടെ നിന്നും കലണ്ടറിൽ നിന്നും ചൂസ് ചെയ്തതിനു ശേഷം താഴെ സെർച്ച് ബസ്സസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത റൂട്ടിലോടുന്ന ബസ്സുകളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നതാണ്. ഇതിൽ ഫാസ്റ്റ് പാസഞ്ചറും സ്വിഫ്റ്റ് ബസ്സും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതാണ്. ഇത് സ്റ്റാൻഡേർഡ് ടൈമാണ് കാണിക്കുന്നത്. 24 ടൈം ഫ്രെയിമിലാണ്. അതായത് രാത്രി 12 മണിക്ക് ശേഷമുള്ള ടൈമുകളെല്ലാം 1, 2, 3, 4, 5 എന്നും ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമുള്ള ടൈമുകൾ 13, 14, 15 എന്നും കാണിക്കും. രാത്രി 12:30 ആണെങ്കിൽ 00.30 എന്നായിരിക്കും കാണിക്കുക. അതേസമയം ഉച്ചയ്ക്ക് 12:30 ആണെങ്കിൽ 12:30 തന്നെ എന്ന് തന്നെയായിരിക്കും കാണിക്കുക. ഇനി നമുക്ക് താഴെയായിട്ട് വ്യൂ മോർ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോപ്പിംഗ് പോയിൻറ്റും ബോർഡിംഗ് പോയിൻറ്റ്സിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ബോർഡിംഗ് പോയിൻറ്റ് നമ്മൾ കയറുന്ന പോയിൻറ്റും ഡ്രോപ്പിംഗ് പോയിൻറ്റ് നമ്മളെ ഇറക്കി വിടാനുള്ള പോയിൻറ്റ്സുമാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ടിക്കറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് പോയിൻറ്റുകൾ കാണിക്കും. അതേപോലെ പിന്നീട് വ്യൂ സിറ്റീസ്, ഏതൊക്കെ സിറ്റിയിലൂടെ ബസ് കടന്നു പോകുന്നു, അതുപോലെ ട്രിപ്പ് ഇൻഫർമേഷനിൽ ഏതൊക്കെ സിറ്റിയിലൂടെ കടന്നു പോകുന്നു, ആ ടൈമും ഒക്കെ അവിടെ കാണിക്കുന്നതാണ്. ബാംഗ്ലൂർ ടിക്കറ്റൊക്കെ ആകുമ്പോൾ ഒരുപാട് ഡ്രോപ്പിംഗ് പോയിൻറ്റ്സ് ഉണ്ടാകും. അതിൽ സൗകര്യപ്രദമായ സ്ഥലത്ത് നിങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നതാണ്. താഴെയായി ക്യാൻസലേഷൻ പോളിസി എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ പോളിസി കാണാം. 72 മണിക്കൂറിന് മുൻപാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഫുൾ റീഫണ്ട് കിട്ടും. അതേസമയം യാത്ര ചെയ്യുന്നതിന് 2 മണിക്കൂർ മുൻപാണ് റീഫണ്ട് ചെയ്യുന്നതെങ്കിൽ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ ഒരു റീഫണ്ടും കിട്ടത്തില്ല എന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഓരോ മണിക്കൂറിന് കഴിഞ്ഞ് റീഫണ്ട് കിട്ടുന്ന തുക എത്രയാണെന്നും കൊടുത്തിട്ടുണ്ട്. റീഫണ്ട് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നോക്കാം. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബസ്സിൻ്റെ നേർക്ക് ലോങ് പ്രസ് കൊടുത്താൽ തുടർന്ന് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ നിന്ന് നമ്മൾ സീറ്റ് ചൂസ് ചെയ്യേണ്ടതാണ്. ഇവിടെ നിന്നും ആവശ്യമുള്ള ടിക്കറ്റുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ പിങ്ക് ബോർഡറോട് കൂടി കാണുന്നത് ലേഡീസ് സീറ്റാണ്. ബാക്കിയുള്ളതൊക്കെ ജനറലായിട്ടുള്ളതാണ്. അവിടെ നമുക്ക് ഒരേ സമയം 6 ടിക്കറ്റുകൾ മാത്രമേ ഇങ്ങനെ ബുക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. 6ൽ കൂടുതൽ ടിക്കറ്റ് വേണമെങ്കിൽ വീണ്ടും ഇതുപോലെ ലോഗിൻ ചെയ്ത് വന്ന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്താൽ മാത്രം മതിയാകും. ടിക്കറ്റ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ടിക്കറ്റ് ഫെയർ എത്രയാണെന്നും അതിൻ്റെ സീറ്റ് നമ്പർ എത്രയാണെന്നും തൊട്ട് താഴെ കാണിക്കുന്നതുമാണ്. ആവശ്യമില്ലാത്തവ ഇതുപോലെ ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനൊരു സീറ്റ് മാത്രമേ ബുക്ക് ചെയ്യുന്നുള്ളൂ. 32 രൂപയാണ് അതിൻ്റെ ചാർജ് വരുന്നത്. 20ാമത്തെ നമ്പരുമാണ്. നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ കയറുന്ന ബോർഡിംഗ് പോയിൻറ്റിൻ്റെയും ഇറങ്ങുന്ന ഡ്രോപ്പിംഗ് പോയിൻറ്റിൻ്റെയും നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കൊട്ടാരക്കര ടു പുനലൂരാണ്, ചെറിയ ഡെസ്റ്റിനേഷനാണ്. അത് രണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പാസഞ്ചർ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടുന്നത്. പേര്, വയസ്സ്, അതുപോലെ ജെൻഡർ തുടങ്ങിയവ കൊടുത്തിട്ട് തൊട്ട് താഴെയായിട്ട് പ്രൊവൈഡ് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ ഒന്നിലധികം പാസഞ്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ഒന്നിലധികം ഉണ്ടെങ്കിൽ ആഡ് കൊടുത്ത് വീണ്ടും എത്ര പേരുണ്ടോ അത്രയും പേരെ ആഡ് ചെയ്യണം.
അതുപോലെ റൗണ്ട് ട്രിപ്പാണ്, അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ് ഉള്ളവർ ഇവിടെ ഞാനത് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു പ്രോസസ്സ് വീണ്ടും ആവർത്തിക്കേണ്ടി വരും. തിരിച്ചുള്ള ടിക്കറ്റിൻ്റെയും കൂടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ റൗണ്ട് ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് 5% വരെ ടിക്കറ്റ് റേറ്റിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമാണ്. അതിനുശേഷം പ്രൊവൈഡ് കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോയതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ഐഡിയും കൊടുക്കണം. തൊട്ട് താഴെയായിട്ട് GST ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള കോളമുണ്ട്. ആ കോളം എനേബിൾ ചെയ്തിട്ട് അവിടെ വേണമെങ്കിൽ കൊടുക്കാം, ഉള്ളവർ മാത്രം കൊടുത്താൽ മതി, ആവശ്യമുള്ളവർ കൊടുത്താൽ മതി. അതിനുശേഷം താഴോട്ട് വന്ന് സെലക്ട് പേയ്മെൻറ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് പോകാവുന്നതാണ്. തുടർന്ന് പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നതാണ്. ഇവിടെ ഫോൺ പേയും ബിൽ ഡെസ്കും ഉണ്ട്. ബിൽ ഡെസ്ക് ആയിരിക്കും കുറച്ചുകൂടെ സൗകര്യപ്രദം. ഞാൻ ബിൽ ഡെസ്ക് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഇവിടെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM കാർഡ്, അതേപോലെ നെറ്റ് ബാങ്കിങ്, UPI പേയ്മെൻറ്റ് മോഡ്, വാലറ്റ്, QR കോഡ് തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഗൂഗിൾ പേ, GPay ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുകയാണ്. UPI തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഗൂഗിൾ പേ, ഫോൺ പേ, അതേപോലെ Paytm, വാട്സപ്പ് തുടങ്ങിയ ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ GPay തിരഞ്ഞെടുത്തതിന് ശേഷം ഗൂഗിൾ പേയുടെ ID അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവസാനത്തെ ഭാഗം അവിടെ വരുന്നതാണ് ഓട്ടോമാറ്റിക്. അതിൽ നിന്ന് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം തൊട്ട് താഴെയുള്ള മേക്ക് പേയ്മെൻറ്റിൽ പ്രസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താം. പക്ഷേ ഇവിടെ 10 രൂപ സർവീസ് ചാർജും കൂടി വന്നിട്ടുണ്ട്. അത് കണക്കാക്കിയുള്ള തുകയായിരിക്കും നിങ്ങൾക്കും വരിക. തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വരികയും അതിനുശേഷം നിങ്ങളുടെ UPI ആപ്പ് എടുത്ത് പേ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്ത് ID ഒക്കെ കൊടുത്ത് പിൻ നമ്പറൊക്കെ കൊടുത്ത് പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമ്മളുടെ KSRTCയുടെ നിയോ ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത ഒരു പേജ് ഇവിടെ ലഭിക്കുകയും ഇവിടെ PNR നമ്പറും ടിക്കറ്റ് നമ്പറും തൊട്ട് താഴെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ലഭിക്കുന്നതാണ്. തുടർന്ന് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ടിക്കറ്റ് അവർ അയച്ചു തരികയും കൂടാതെ ഡൗൺലോഡ് ചെയ്തെടുക്കാനും മെയിലിലേക്കൊക്കെ ടിക്കറ്റുകൾ വരുന്നതാണ്. ഡൗൺലോഡ് ചെയ്തത് ഇങ്ങനെ എടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹോം പേജിൽ വന്നാൽ ഇവിടെ അക്കൗണ്ട്സിൽ പ്രസ് ചെയ്ത് അക്കൗണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. തൊട്ട് ഇടത് സൈഡിലായി മെനു എന്ന് കാണാം. ആ മെനുവിൽ പ്രസ് ചെയ്താൽ കുറേ ലിങ്കുകൾ അവിടെ വരുന്നതാണ്. ഇവിടെ നമുക്ക് മാനേജ് യുവർ ടിക്കറ്റ്, വ്യൂ ബുക്കിംഗ്സ്, നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ ക്യാൻസലേഷൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മളുടെ PNR നമ്പർ, ടിക്കറ്റിൻ്റെ PNR നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് പാസഞ്ചേഴ്സിൻ്റെയൊക്കെ ലിസ്റ്റ് അവിടെ വരുന്നതും അവിടെ നിന്ന് ആരെയാണോ ആവശ്യമുള്ളത് അതിൻ്റെ നേർക്കുള്ള ചതുരത്തിൻ്റെ നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസലേഷൻ പോളിസി നേരത്തെ പറഞ്ഞത് അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആ ചതുരത്തിൽ ടിക്ക് മാർക്ക് വരുത്തിയതിന് ശേഷം താഴെ വന്ന് ക്യാൻസൽ ടിക്കറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ക്യാൻസൽഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതുമാണ്. ഇവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഉടൻ തന്നെ ക്യാൻസൽ ചെയ്താൽ പകുതി പൈസ മാത്രമേ കിട്ടൂ. നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തതിന് ശേഷമേ അങ്ങനെ ക്യാൻസൽ ചെയ്യാവൂ. ബാക്കി കിട്ടുന്ന എത്ര കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ക്യാൻസലേഷൻ എമൗണ്ട് 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ ടിക്കറ്റ് എടുത്ത അക്കൗണ്ടിലേക്ക് റീഫണ്ടായി വരികയാണ് ചെയ്യുന്നത്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.